മന്ത്രിമാർ രണ്ടുപേരും വന്നിറങ്ങി നിന്ന് കിഫ്ബി വഴിയുള്ള പദ്ധതികളുടെ പ്രാവീണ്യം തെളിയിക്കാൻ വേണ്ടിയുള്ള പത്രസമ്മേളനം നടത്തുന്നതിനിടയിൽ ഈ ബിന്ദു എന്ന സ്ത്രീ അവിടെ ശ്വാസം കിട്ടാതെ ആ കെട്ടിടത്തിന്റെ അടിയിൽ കിടക്കുകയായിരുന്നു എന്ന് പറയുമ്പോൾ സത്യത്തിൽ ഈ രണ്ട് മന്ത്രിമാർക്കെതിരെ കൊലക്കുറ്റത്തിന് കേസെടുക്കണ്ടേ? ഇവരല്ലേ ഇതിന്റെ ഉത്തരവാദികൾ? ഒരു JCB കൊണ്ടുവന്ന് കോട്ടയം പോലൊരു നഗരത്തിന്റെ ഉള്ളിൽ ഒരു JCB കൊണ്ടുവന്ന് അതിന്റെ ഉള്ളിൽ പരിശോധിക്കാൻ വേണ്ടി 2.5 മണിക്കൂർ എടുത്തു എന്ന് പറയുമ്പോൾ മറ്റാരാണത് അതിന്റെ ഉത്തരവാദി? ഈ കേൾക്കുന്നവർ പറയട്ടെ, ആരാണ് അതിന്റെ ഉത്തരവാദി? ഒരു JCB, ഇത്രയും വലിയൊരു കെട്ടിടം തകർന്ന് അതിന്റെ ഇടയിൽ ഒരു JCB വെച്ച് പരിശോധിക്കാനുള്ള പ്രാഥമികമായ കൃത്യനിർവഹണം നടത്തേണ്ടത്, ആ നിർവഹണം 2.5 മണിക്കൂർ വൈകിയെങ്കിൽ ആരാണ് ഉത്തരവാദി? അതിന്റെ ഉത്തരവാദിത്വം ഈ രണ്ട് മന്ത്രിമാർക്കാണ്. ഇവരവിടെ കിഫ്ബിയുടെ സർക്കാരിന്റെയും നമ്പർ 1 കേരളം എന്ന് പറഞ്ഞവിടെ വലിയ ഡമ്പടിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരു സ്ത്രീ അവർ ശ്വാസം കിട്ടാതെ ആ കെട്ടിടത്തിന്റെ അടിയിൽ വെച്ച് അവരുടെ ജീവന് വേണ്ടി തേങ്ങുന്ന നിമിഷത്തിലും ഇവരാരുമില്ല, ഇതിന്റെ അടിയിൽ ആരുമില്ല, ഒന്നും സംഭവിച്ചിട്ടില്ല, ഇത് ഉപയോഗിക്കാത്ത കെട്ടിടമായിരുന്നു എന്നൊക്കെ പറഞ്ഞ് ഈ നാട്ടുകാരെ പറ്റിക്കാൻ പച്ചക്കള്ളം വിളമ്പുമല്ലായിരുന്നു. എന്നിട്ട് 2 മണിക്കൂർ കഴിഞ്ഞപ്പോ രക്ഷാപ്രവർത്തനം വൈകിട്ടില്ല എന്നവർക്ക് ഇങ്ങനെ പറയാൻ സാധിക്കുന്നു. ഇത് തന്നെയല്ലേ എല്ലായിടത്തും സംഭവിക്കുന്നത്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ശസ്ത്രക്രിയയ്ക്ക് വേണ്ട അടിയന്തര ആവശ്യത്തിനുള്ള സാധന സാമഗ്രികൾ ഇല്ല എന്ന് പറഞ്ഞത് മന്ത്രി തന്നെ, ഏറ്റവും മികച്ച ഡോക്ടർ എന്ന് പറഞ്ഞ ഡോക്ടർ ഹാരിസ് അല്ലേ പറഞ്ഞത്? നമ്മളാണോ പറഞ്ഞത്? ശസ്ത്രക്രിയയ്ക്ക് വേണ്ട അടിയന്തര സാധന സാമഗ്രികളില്ല. ഇത് തന്നെയല്ലേ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ സംഭവിച്ചത്? അവിടെ ICU വാർഡിൽ തീ പിടിച്ച് വിലാസിനി എന്ന് പറയുന്ന ആള് മരണപ്പെട്ടു പോയ കാഴ്ച നമ്മൾ കണ്ടതല്ലേ? ഇതിനു മുമ്പ് ഇതേ കോട്ടയം മെഡിക്കൽ കോളേജിൽ പണിതുകൊണ്ടിരുന്ന കെട്ടിടം തീ പിടിച്ചിട്ടില്ലേ? ഇതേ കോട്ടയം മെഡിക്കൽ കോളേജിലെ ICUയിൽ ഓക്സിജൻ കിട്ടാതെ ആള് മരണപ്പെട്ടത്. ഈ ആരോഗ്യ കേരളം വെന്റിലേറ്ററിലാണ് എന്നുള്ളതിൽ ഇതിനപ്പുറം വേറെ എന്ത് ഉദാഹരണം വേണം?